ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രൈഡിൻ്റെ ഹെയർ എങ്ങനെ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് അഞ്ജന സ്റ്റാൻലി ഫ്രം അലോറ ഹാൻഡ്ക്രാഫ്റ്റ്സ്. ഇന്ന് നമ്മൾ ഒരു ബ്രൈഡിൻ്റെ ഹെയർ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ഹെയർ ഒരു തമിഴ് സ്റ്റൈൽ വെഡ്ഡിങ്ങിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ. അപ്പോൾ ആ ഹെയർ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ബ്രൈഡ് ഹെയർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബ്രൈഡ് ഹെയറിന് സാധാരണ നമ്മൾ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾക്ക് ബ്ലാക്ക് കളർ വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ആങ്കറിൻ്റെ ത്രെഡ്. നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ബ്ലാക്ക് കളർ കുറച്ച് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ത്രെഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. അതൊരു 1 മീറ്റർ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ദെൻ അടുത്ത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഫുൾ നൂല് വെച്ചിട്ട് നമുക്ക് ഒരു വലിയൊരു നീഡിൽ കയറ്റിയിട്ട് നമുക്ക് ഹെയർ ചെയ്തെടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 സ്ട്രാൻഡ് മാത്രം വലിച്ചെടുത്തിട്ട് നമുക്ക് ഹെയർ ചെയ്യാം. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ബ്ലാക്ക് ത്രെഡിൽ നിന്ന് 2 സ്ട്രാൻഡാണ് എടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം വലിച്ചെടുക്കുക. ഒരെണ്ണം കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, അങ്ങനെ 2 ത്രെഡ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്കൊരു മീഡിയം സൈസ് നീഡിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യാം. വലിച്ചങ്ങനെ എടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരെണ്ണം കുറച്ച് കയറി, ഒരു എൻഡ് കുറച്ച് കയറി, ഒരു എൻഡ് കുറച്ച് നീളത്തിൽ നമ്മൾ ചെയ്യണം. ആൻഡ് അറ്റം ഭാഗം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. സോ നമുക്ക് ഹെയർ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴേക്കൂടി മേലിലേക്ക് വലിച്ചെടുക്കുക. ഇവിടെ ഞാൻ എടുത്തു. ദെൻ നമ്മൾ ഹെയറിൽ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ഈ ഒരു ഹെയറിൻ്റെ മുകളിലത്തെ ഭാഗം, ഈ കാണുന്ന ഏരിയ മൊത്തം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചെയ്യും. സോ നമ്മൾ മുകളിലത്തെ സാറ്റിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയുള്ള ഈ ഒരു ഹെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് നമുക്കെല്ലാം ഫുൾ ത്രെഡ് ആയിരിക്കും എടുക്കേണ്ടത്. അതായത് 6 സ്ട്രാൻഡാണ് നമുക്ക് എടുക്കേണ്ടത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ഇതിൽ 6 സ്ട്രാൻഡ് എടുത്താലും നോ പ്രോബ്ലം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 2 സ്ട്രാൻഡ് കൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. സോ നമുക്കിത് ഫുൾ നൂല് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഹെയർ ചെയ്തെടുക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് സ്റ്റൈലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിത് പിന്നി ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു വട വെച്ചേക്കുന്ന ടൈപ്പ്, അവിടെ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വെക്കുന്നുണ്ട്. ആൻഡ് താഴേക്ക് നമ്മൾ പിന്നീട് ആദ്യം ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം ആ ഒരു ബ്രെയ്ഡ് ചെയ്തിട്ടേക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ താഴെ കാണുന്ന കേർവ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ബ്രെയ്ഡ് ചെയ്തെടുക്കാം. ഇനി കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വലിച്ചെടുക്കുക. ദെൻ കുറച്ചൊന്ന് നീളത്തിൽ താഴേക്ക്, കുറച്ച് നീളത്തിൽ നമ്മൾ ചെയ്തെടുക്കുക.
നമ്മൾ നൂലെടുക്കുമ്പോൾ കുറച്ചധികം നീളത്തിലെടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഹെയർ നമ്മൾ കുറച്ചൊന്ന് ചെയ്തെടുത്തിട്ട് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളത്. അടുത്ത് നമുക്ക് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ ഒന്ന് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് പിന്നിട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇവിടെയുള്ള ഹെയർ ചെയ്യാം. നമുക്ക് പല രീതിയിൽ ഈ റൗണ്ട് ഷേപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. വേറൊരു കാര്യം, നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് പോലെ സ്പൈഡർ വെബ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്പൈഡർ വെബ് സ്റ്റിച്ച് യൂസ് ചെയ്യാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. 5 സ്ട്രാൻഡ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 5 സ്ട്രാൻഡ് ആയിട്ടുണ്ട്. ദെൻ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നിടവിട്ട് നമ്മൾ ഈ നീഡിൽ കയറ്റി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അധികം വിസിബിലിറ്റി ഇല്ല. ആൻഡ് ഓൾസോ നമ്മളിത് നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മോർണിംഗ് ഡേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ വിടേണ്ട ഒരു വർക്കാണിത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള ചെയ്തത്. കംപ്ലീറ്റ് ആയെന്ന് പറയില്ല, കാരണം കുറച്ചും കൂടി ഡെക്കറേഷൻ പരിപാടികളുണ്ട്. നമ്മൾ ഹെയറിൽ മുല്ലപ്പൂവൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചുറ്റിനും മുല്ലപ്പൂവും വാടാമുല്ലയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഹെയർ ആയതുകൊണ്ടാണ് കുറച്ച് വിസിബിലിറ്റി കുറവ്. ബ്രൗൺ കളർ ഹെയർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലോണം വിസിബിളായിട്ട് സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടിയാൽ. നമുക്കിപ്പോൾ ബാക്കിയുള്ള പരിപാടി ചെയ്യാം, ഡെക്കറേഷൻസ്. സോ അങ്ങനെ നമ്മൾ ഹെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാം. എൻ്റെ അറ്റം ഭാഗം ടൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ത്രെഡ് കൊണ്ടാണ് നമ്മൾ അറ്റം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഈ അടിഭാഗം നമ്മൾ ടൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹെയറിൽ കുറച്ചുകൂടി ഡെക്കറേഷൻസ് ഒക്കെ വെക്കാം. ഇവിടെ ഓരോ ഗോൾഡൻ ഫ്രഞ്ച് നോട്ടും അല്ലെങ്കിൽ ലേസൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ വെക്കാം.
ഇനി നമുക്ക് ഹെയർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. എനിക്ക് ഹെയർ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടോ. സോ നമുക്ക് ചെയ്യാം. കുറച്ച് പണിയാണ് നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് റിമൂവ് ചെയ്യും. നമുക്ക് വേറൊരു മെറ്റീരിയൽ ഇട്ടാലോ. ഓക്കെ, അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ലൈസ് പിടിപ്പിക്കാം. ഓക്കെ, നമുക്ക് ഈ ഹെയർ ഒന്ന് റെഡി ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വേണേൽ ട്രയൽ വീഡിയോ എന്നും കൂടി പറയാം. ആദ്യത്തെ വീഡിയോ കൊണ്ട് തന്നെ പരമാവധി പോരായ്മകളൊക്കെ ഉണ്ട്. സോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.